ഹലോ, എന്തെൻ്റെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും. കാലത്ത് തന്നെ ഇവളേത് ഷോപ്പിലാണ് കയറി നിൽക്കണേ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ലേ. ഇത് ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ, ശനിയാഴ്ചക്കാലത്തെ. അപ്പം നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. വർഷേച്ചിയുടെ, എൻ്റെ ചേട്ടത്തിയുടെ അനിയൻ്റെ കുട്ടിയുടെ 1ാം പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ. അപ്പം നല്ല പേസ്റ്റൽ കളേഴ്സിലുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ പാർട്ടി വെയർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാർട്ടി വെയർ ഞാൻ എന്തെടുക്കാന്ന് വെച്ചാൽ പല പിള്ളേർക്കും ഇത് കുത്തണു. എൻ്റെ മക്കൾക്ക് അങ്ങനെയാണ് കേട്ടോ, കുത്തൽ കൂടുതലാണ് എല്ലാ ഡ്രസ്സുകൾക്കും. അതുകൊണ്ട് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണികൾ നോക്കിയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ അവർക്ക് എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഡ്രസ്സൊന്നും ഭായിന് ഇഷ്ടമാവില്ല. ഭായി അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ഇതൊന്നും ഭായിന് ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമായതായിരുന്നു, പക്ഷെ ഭായിന് ഇഷ്ടമായില്ല. ഞാനപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ വീഡിയോ ഒക്കെ എടുക്കൽ പായുമായിരുന്നു കേട്ടോ. ക്യാമറ ഫുള്ള് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജീൻസിൻ്റെ ഡ്രസ്സ് എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട് സംഭവം. അതൊന്നും ഉണ്ണിയോൾക്ക് താങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈ റോസ് കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫേവറേറ്റ് കളറാണ് ഈ റോസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് അത് ഇഷ്ടമായില്ല കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഡ്രസ്സ് തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ടോയ് സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ടോയ് സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. കുറേ സോഫ്റ്റ് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ. സോഫ്റ്റ് ടോയ് ഒന്നും വെച്ച് കളിക്കുന്ന ഒരു പ്രായമൊന്നുമല്ലല്ലോ. ഇവർക്ക് ഇങ്ങനെ ലൈറ്റ് വരുന്നതും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓടുന്നതും പിടിക്കുന്നതൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടമായി ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഈ പശുവിൻ്റെ ഇത് സംഭവം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി നടന്ന് തുടങ്ങിയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറേ നാളായിട്ടുണ്ട് അവളെ കണ്ടിട്ട്. അപ്പോൾ നമ്മളത് എടുത്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനത്തെ വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവരത് തപ്പണുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പായു പോയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സാധാരണ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ്, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇതൊക്കെ കൂടുതലും കാണുക. അതല്ല കാരണം ക്യാമറ ഹാൻഡിൽ ചെയ്യണത് ഒന്നല്ലെങ്കിൽ പായു ആയിരിക്കും, അല്ലെങ്കിൽ അമ്മൂട്ടിയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പശുക്കുട്ടി ഇങ്ങനെയാണ് കേട്ടോ ഓടാൻ. അപ്പോൾ ഞാൻ ഇത് വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ വാങ്ങിയത് ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ. നമ്മുടെ ടോക്കിംഗ് കാറ്റില്ലേ, അങ്ങനെ തന്നെയല്ലേ പറയാം, ടോക്കിംഗ് ടോം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഇപ്പോൾ ഉണ്ണി സംസാരിക്കാറൊന്നും ആയിട്ടുണ്ടായിരിക്കില്ല, അമ്മ അച്ഛ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മറ്റുള്ളവരൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്കതൊരു രസമായിരിക്കുമല്ലോ. കാരണം ഇത് നമ്മൾ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങോട്ട് പറഞ്ഞു തരല്ലേ ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് ട്രയലിലേക്കാണ്, ചാവക്കാടുള്ള ഫസ്റ്റ് ട്രയലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ, എങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണേന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളുടെ റിവ്യൂ ഒന്ന് ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇപ്പം എന്താ പറയുക, ഞാൻ ജസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരണത്. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളൂ. നമ്മൾ ഇടയ്ക്ക് വരണമെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ. ഒന്ന് റിവ്യൂ പറയണമെന്ന് വെച്ചാൽ നമ്മൾക്ക് വന്ന എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാധാരണ. പക്ഷേ ഞാൻ വന്നപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ നമുക്ക് ഈ അമ്മേനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വേണ്ട, ഈ വലിച്ചുകൊണ്ട് നടക്കുന്നത് വേണ്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പ്ലേറ്റ്, സ്പൂണ്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇതൊക്കെ കുറുക്കൊക്കെ വെക്കണേ പാത്രങ്ങളില്ലേ, സ്റ്റോർ ചെയ്ത് വെക്കണേ, അങ്ങനത്തെ. ഞാൻ ആദ്യം വിചാരിച്ചു ടിഫിൻ ബോക്സ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാ. നമ്മളിങ്ങനെ വന്നിട്ട് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ കാലത്തൊന്നും ഇവർ ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെ ഷോപ്പുകളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വരാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇപ്പൊക്കെ നമുക്ക് എന്താ പറയുക, മുക്കിനും മൂലയിലും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ട മെൻസ് വെയർ, ലേഡീസ് വെയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഷോപ്പുകളൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ 2 സംഭവം എടുത്തു, അതായത് ഡ്രസ്സ് കൊടുത്തു, പിന്നെ നമ്മുടെ ടോയ് കൊടുത്തിട്ട് നേരെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉണ്ണിയുടെ ഡ്രസ്സിൻ്റെ കളർ പേസ്റ്റൽ കളറാണെന്ന്. അപ്പം അമ്മൂട്ടി പറയാം അമ്മ പേസ്റ്റൽ കളറല്ല കാൻഡിഡ് കളറാണെന്ന്. പക്ഷേ എൻ്റെ അറിവിൽ കാൻഡി കളറാണെന്ന് കേട്ടോ. ഉണ്ടല്ലേ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എനിക്കറിയില്ല കാൻഡി കളറാണ് പേസ്റ്റൽ കളറാണ്. അപ്പം നമ്മൾ സാധാരണ പേസ്റ്റൽ കളറാണെന്നാണ് എല്ലാതും പറയാറ്. അപ്പോൾ ഇങ്ങനെയും പറയാം അത്രേ, കാൻഡി കളർന്നും കൂടെ പറയാമെന്ന്. അത് നിങ്ങൾക്കും കൂടെ ഒരു ഇൻഫോർമേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വർഷിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നന്ദമോള് ഇതാ നിൽക്കുന്നുണ്ട്. നന്ദമോളുടെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ അവിടെ ഫോട്ടോയിൽ കാണുന്നതാണ് കേട്ടോ നൈഗ എന്നാണ് അവളെ പേര്. അപ്പോൾ ഇത് വർഷിച്ചർക്ക് വീടിൻ്റെ കാർ പോർഷൻ കേട്ടോ. അവിടെ തന്നെയാണ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നൈഗ കുട്ടിയാണ് ഇത്. അപ്പോൾ ചേച്ചിയുടെ വീട് വരുന്നത് ഗുരുവായൂർ ചുവലൂർപ്പടിയിലാണ് കേട്ടോ. നമുക്കിവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, കുഴപ്പമില്ല. പിന്നെ കാറില്ലാത്തതുകൊണ്ടേ നമ്മൾ സ്കൂട്ടർമേലാണ് വന്നത്. നല്ല വെയിലാണ് കേട്ടോ. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പായും ഓടയിൽ കിടക്കണ ബലൂണൊക്കെ, അതായത് കാറ്റത്ത് പറന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ പൊക്കി എടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ പ്ലെയിൻ ആയിട്ടിരുന്ന കേക്ക് ഇതാ നമ്മളിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് വരുമ്പോഴേക്കും നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പർപ്പിൾ കളറായിരുന്നു ഒരു തീമായിട്ടുണ്ടായിരുന്നേന്ന് തോന്നുന്നു. കാരണം ഉണ്ണിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും കേക്കും എല്ലാം കൂടിയിട്ട് അച്ഛൻ്റെ കളർ ഇതിൽ കാണുമ്പോൾ വേറൊരു കളറാണ്. ഇനിയിപ്പോൾ അതുതന്നെയായിരുന്നു കളർന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. പർപ്പിളായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നതാണ് വർഷേച്ചിയുടെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. ചേച്ചിക്ക് ഒരനിയനും ഒരു ചേട്ടനുമാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് അനിയൻ. ചേച്ചിയുടെ അച്ഛനാണിത്. അമ്മയാണ് അപ്പുറത്ത് നിൽക്കണത്. പിന്നെ നന്ദുമോള് അറിയാലോ, എല്ലാവരും അറിയാലോ. അപ്പോൾ എല്ലാവരും കൂടെ നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ ഡൂഡു കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൂഡു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വർഷിച്ചിട്ട് ചേട്ടൻ എന്ന് പറയുന്നത്. ചേട്ടൻ്റെ ഭാര്യയാണ് അപ്പുറത്ത് നിൽക്കുന്നത്, വിമേച്ചി കേട്ടോ. അച്ഛനും അമ്മയാണ് തൊട്ട് സൈഡിലായിട്ട് നിൽക്കുന്നത്. വളരെ ചുരുങ്ങിയ എന്താ പറയുക ലളിതമായിട്ടുള്ളൊരു ചടങ്ങായിരുന്നു കേട്ടോ. നല്ലൊരു എനിക്ക് ഡെക്കറേഷൻ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടല്ലോ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. നല്ല കളർ കോമ്പിനേഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് അവരുടെ റിലേറ്റീവ്സാണ് കേട്ടോ. എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. ഇത് വർഷിച്ചിട്ട് പാപ്പനും മേമയാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഇവരെ വീട്. നമ്മുടെ വീട് പോലെ തന്നെയാണ്, തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് വീട് വരുന്നത്. പിന്നെ അവിടെ ഉള്ളത് നമ്മുടെ എന്താ പറയുക ഉണ്ണിക്കുട്ടനും ഹൃദ്യാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ മസ്കറ്റിലാണ്, അപ്പോൾ അവനില്ല ഈ പരിപാടിക്ക്. പിന്നെ നേരത്തെ വന്നത് വർഷിച്ചിട്ട് അമ്മായിയും പിന്നെ കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് വിമേച്ചിയുടെ അച്ഛനാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. വിമേച്ചിയുടെ അമ്മയാണ് കൂടിയുള്ളത് കേട്ടോ. ഡൂഡുവിൻ്റെ വർത്തമാനം കേട്ടിരിക്കാൻ നല്ല രസമായിട്ട്. അവളൊരു പ്രത്യേക തരത്തിലാണ് സംസാരിക്കുക. ഇങ്ങനെ ഭയങ്കര അക്ഷരസ്ഫുടതോട് കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുക. അത് കേട്ടിരിക്കാനൊരു പ്രത്യേക രസമാണ്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കേൾപ്പിച്ച് തരാം കേട്ടോ. ഇത് പാപ്പനകത്ത് പറഞ്ഞില്ലേ, പാപ്പൻ തൊട്ടപ്പുറത്തേനെ വരുന്നത്. അപ്പോൾ ഹൃദ്യയുടെ ഭർത്താവും പിന്നെ ഫാമിലിയാണ് കേട്ടോ. പിന്നെ വർഷേച്ചി, നന്ദുമോള്, പായു,
പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു. എന്നെ വിളിക്കുന്നതായിട്ടാ കാണുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനും വേഗം പോയി ഓടിച്ചെന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് ഉണ്ണിക്ക് കൊടുത്തില്ല, കാരണം എല്ലാവരും കേക്ക് വെച്ച് കൊടുത്തിട്ടേ പിന്നെ ഉണ്ണിക്ക് അതൊരു എന്തെങ്കിലും ആവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കേക്ക് വെച്ച് കൊടുത്തില്ല. നന്ദുമൂളയായിട്ട് നിർത്തിയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇന്നാൾ നിങ്ങളൊരു വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, നന്ദമൂളി എനിക്ക് മീൻ കൊണ്ടുവന്നിട്ട്. അപ്പോൾ വർഷേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതേപോലെ ഒരു കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ മീനുകളുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ പായലും കാര്യങ്ങളൊക്കെ കിടക്കണോണ്ട് മീനിനെ കാണുന്നില്ല എന്ന് മാത്രം. പായ ഇപ്പോൾ പറയാറുന്നതിൽ മീനൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഇവൻ ഇന്നാൾ തിന്നത് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള പോലെ തന്നെ ഒരമ്പലം ഉണ്ട് കേട്ടോ. നമ്മുടെ അത്രയ്ക്ക് അമ്പലം ഇല്ല എന്നുള്ളൂ, പക്ഷേ ഒരമ്പലം ഇവിടെയും ഉണ്ട് കേട്ടോ. അമ്മയാണ് ഇവിടുത്തെ വർഷേച്ചിയുടെ അമ്മയാണ് കേട്ടോ അമ്പലത്തിൽ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൊട്ടപ്പുറത്ത് തന്നെ പാപ്പൻ്റെ വീടുണ്ട് എന്ന്. ഏകദേശം നമ്മുടെ വീട് പോലെ തന്നെയാണ് ഇവരെ വീടെന്ന് പറയുന്നത്. കാരണം തൊട്ടടുത്ത് 2 വീടുകൾ, അമ്പലം ഏകദേശം ഒക്കെ നമ്മുടെ സെയിം തന്നെയല്ലേ. അപ്പോൾ പാപ്പൻ്റെ വീട്ടിലത്തെ ടോബിയാണ് ഇത്. നല്ല ഉണ്ടപ്പനാണ് കേട്ടോ. ഇവൻ ഒരു ചവിട്ടി നമ്മൾ നിലത്തേക്ക് എത്തും. അപ്പോൾ ചേച്ചി പറയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ പാപ്പൻ്റെ മോൻ ഉണ്ണിക്കുട്ടൻ. അപ്പോൾ അവനാണ് ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവൻ ഗൾഫിൽ പോയതുകൊണ്ട് പാപ്പനും മേമയ്ക്കാണ് ജോലിയെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ ഇന്നാൾ വന്നപ്പോൾ ലീവിന് വന്നപ്പോൾ അവനെ കണ്ട സന്തോഷത്തിൻ്റെ പേരിൽ മൂപ്പരാളൊന്ന് വന്ന് മേത്ത് കയറിയതാ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ കെട്ടിയും പറഞ്ഞ് വീണിട്ട് കുറച്ച് ദിവസം നടക്കാൻ പറ്റാണ്ടൊക്കെ അപ്പോൾ വീണപ്പോൾ വലിയ കാര്യമായില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ നടക്കാൻ പറ്റാണ്ട് കുറച്ച് ദിവസമൊക്കെ ഇരുന്നു, കാലുവേദനയൊക്കെ ആയിട്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചേച്ചി. അപ്പോൾ പായു അതിനെ തുടർന്നെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവനങ്ങനെ എല്ലാവരുടെ അടുത്തും ഇണക്കം കൂടുതലായിട്ട് അങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട് തൊടാൻ വേണ്ടിയിട്ട്. കണ്ട പാവം. അപ്പോൾ പായു നന്നായി തൊട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. പായിന് സന്തോഷമായിട്ടാ ടോബിനെ തൊടാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്. പായിനെ അപ്പോൾ പായു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതിനും പായിന് അടുത്ത ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ ലൂബിക്ക മരം കണ്ടിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ലൂബിക്ക മരത്തിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോയിട്ടാ കുട്ടി. അപ്പം അധികം ലൂബിക്കായില്ല, പക്ഷെ ആ ഒരു ചെടി, അതായത് ചെറിയൊരു ചെടിയാണ്, അതുമെന്ന് കുറേ ലൂബിക്ക ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ കുട്ടിയൊക്കെ ചേച്ചിയൊക്കെ ഉപ്പിലിട്ടിട്ട് കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഉണ്ടാവണുള്ളൂ. പക്ഷെ അതുമുണ്ട് കേട്ടോ, കായകൾ നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്കങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടില്ല സംഭവം. അപ്പോൾ ഇതാണ് അമ്പലം. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പുളിമരം ഉണ്ട്. അതുമ്മ വലിയൊരു കടന്നെല്ലും കൂടെ ഉണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല അസൽ വലിയ കടന്നെല്ലും കൂടാട്ടോ. കടന്നല്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിൽ ഇപ്പോൾ ഒരു തീ വരും കേട്ടോ. എൻ്റെ കാലും ഇപ്പോഴും അതിൻ്റെ പാട് പോയിട്ടില്ല. അപ്പോൾ ബായു ഊഞ്ഞാലുമേലൊക്കെ കയറി ആ മരത്തുമ്പോൾ തന്നെയാണ് കേട്ടോ ഊഞ്ഞാൽ കെട്ടിയിട്ടുള്ളത്. പക്ഷേ വേറൊരു കൊമ്പുമ്മലാണ്. അപ്പോൾ ബായുവിന് ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ ആട്ടിക്കൊടുക്കായിരുന്നു കേട്ടോ. എന്നെ കൊണ്ട് കുറേ നേരം വിട്ടിട്ട് കുട്ടിയെ ആട്ടിപ്പിച്ചു. അപ്പോൾ അവൾ അടനേൻ്റെ ഇടയിൽ ബലൂൺ പറന്നു പോയപ്പോൾ കുട്ടി പോയിട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അവൻ തന്നെ എന്നിട്ട് അത് പൊട്ടിക്കുകയും ചെയ്തിട്ട്, അല്ലാതെ എറിഞ്ഞ് പൊട്ടിച്ചു മൂപ്പരാൾ. നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നത് ബിരിയാണിയും ചിക്കൻ കറിയും പിന്നെ പ്രോൺസ്, അതായത് ചെമ്മീൻ്റെ ഒരു ചെമ്മീൻ റോസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വണ്ടി എടുക്കുന്ന ഭാഗത്തുണ്ട് ഇങ്ങനെ പാമ്പിൻ്റെ തൊലി കിടക്കണം കേട്ടോ. എന്താ പറയുക, പാമ്പിൻ്റെ തൊടന്നോ അങ്ങനെ എന്തോ അല്ലേ പറയാം. നല്ല മൂർഖൻ്റെ തൊടാന്ന് തോന്നുന്നുണ്ട്, അവിടെ കിടക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പയ്യനിങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുല്ലശ്ശേരിയിലുള്ള ഈ ജ്വല്ലറിയുടെ പേര് ഞാൻ മറന്നുപോയി. ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മളിവിടേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാലേ, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ സ്വർണ്ണം പോലെ ഇങ്ങനെ കെട്ടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ട ഒരു ഫിനിഷിങ് കുറവ്. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറയായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇളകി പൊക്കോളും, ഇപ്പോൾ പശ വെച്ച് ഒട്ടിച്ചേണ്ടിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത് വരെ ഇതിലേക്ക്. അതിൻ്റെ നടുക്ക് ഭാഗത്തുള്ളത് സ്വർണ്ണമല്ല, സൈഡ് ഭാഗത്തുള്ളതും പിന്നെ ആ ലോക്കറ്റ് ഇടുന്ന ഒരു കുളത്ത് പോലത്തെ സംഭവമില്ലേ, ചെങ്ങലായിന്ന് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പായു പറയായിരുന്നു നല്ല കനം കുറഞ്ഞ മാലകളുണ്ട് അമ്മ എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടടാ, നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത്, അതായത് പുതിയ റോഡ് വന്നേക്കൂടിയാണ് കേട്ടോ ഇപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ റോഡിൻ്റെ അവശിഷ്ടമൊന്നുമില്ല, എല്ലാതും മൂടോടുക്കനെ വാരി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അമ്മ പറയാ ഒരു വണ്ടി ഉണ്ട് ഇത്ര ഇതിങ്ങനെ വാരി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് നേരെ അത് എടുത്തിട്ട് നേരെ ലോറിയിലേക്ക് ഇടാൻ കൊണ്ടുപോവുക. കുറച്ച് നേരം കൊണ്ട് ആ പണി മൊത്തം കഴിച്ചു കൊടുത്തറ അവർ. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരവും കാര്യങ്ങളിലൊന്നും ഒരു നിശ്ചയമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം കാറൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇനി വേറെ വല്ല അപ്ഡേഷൻ വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ.
അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിപ്പെരുന്നാൾ കാണാൻ വന്നിട്ടുണ്ട്. ഇനി പള്ളിപ്പെരുന്നാളിലെ വിശേഷങ്ങളിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കണില്ല, ഡയറക്റ്റ് വോയിസ് കേട്ടോട്ടെ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വാസവും ദുഷ്ടോപദ്രവങ്ങളെ ഭയപ്പെടുന്നവർക്ക് ധൈര്യവും
സത്യത്തിന്റെ വഴിയിൽ ചഞ്ചലപ്പെടുന്നവർക്കുറപ്പും വിശ്വാസസ്ഥിരതയും പീഡിതർക്ക് വേദസാക്ഷികളുടെ കിരീടവും അജ്ഞാനികൾക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കാനുള്ള അനുഗ്രഹം കൊടുത്തിരണമേ. കർത്താവേ, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അപേക്ഷയെ പ്രതി ഞങ്ങൾക്ക് ആശ്വാസവും ആരോഗ്യവും ആത്മാവിന് വേണ്ട വരപ്രസവം തന്നിരണമേ. പാപികളുടെ മനസ്സ് സത്യവിശ്വാസത്തിൽ നിന്ന് ഇളകാതെ അജ്ഞാനത്തെ എന്തൊരു സ്റ്റേജ് ഉണ്ടല്ലോ. ഇത് മറ്റേ വന്നത്തെ പോലത്തെ ബാൻഡ് സെറ്റ്. എത്രയാ? മുട്ടിവണ്ടി അപ്പം നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ? നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് മുറിവെണ്ണയാണ് കേട്ടോ. നല്ല മുട്ടുവേദനയുണ്ട്. കുറച്ച് ദിവസമായിട്ട് മരുന്നൊന്നും കഴിച്ചിട്ട് ഒരു മാറ്റം എന്ന് പറയാനില്ല കേട്ടോ. മരുന്ന് കഴിക്കുമ്പോൾ കുഴപ്പമില്ല, എങ്ങാനും അതിൻ്റെ ഡോസൊന്നും എങ്ങാനും അങ്ങോട്ട് ഇടയ്ക്കൊന്നും മാറില്ല. നമ്മൾ മറവിന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും വേദന വരാം കേട്ടോ. ഇപ്പോൾ ഏട്ടൻ വന്നപ്പോൾ മരുന്ന് കഴിക്കാനൊക്കെ ഒന്ന് മറന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മുട്ടുവേദന വീണ്ടും എടുത്തു. ഇതെന്തല്ലോ നമുക്ക് അന്ന് എന്താ പറയുക കടന്നൽ കുത്തിയെന്ന് പറഞ്ഞില്ലേ ഞാൻ, അതിൻ്റെ പാടാണ് കേട്ടോ. ഇപ്പോഴൊരു കുഴി പോലെ ഉണ്ട് അവിടെ. ഇതെന്തായാലും ഇനി മാറില്ല. അതെനിക്കൊരു ഓർമ്മയായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു തോർത്തുമുണ്ട് എടുത്ത് കീറിയിട്ട് കാലുമ്മ കെട്ടിയിട്ട് ഇന്നലെ തൊട്ടിട്ട് ഞാൻ ഈ മുറിവെണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. പണ്ട് ഇതുപോലെ വണ്ടിയിൽ വീണപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ആ പെയിനൊന്ന് മാറി കിട്ടിയത്. ഇനിയിപ്പോൾ ഡാൻസൊക്കെ ആവല്ലേ, അപ്പം നമ്മൾ ഈ വേദന വെച്ചിട്ട് ഇരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. എനിക്കെന്നാൽ അത് സ്കൂളിലേക്ക് സ്റ്റെപ്പ് കയറാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.